ഹായ്, ഞാനിപ്പോൾ ആയിരിക്കുന്നത് റോമിലെ മേരി മേജർ ബസിലിക്കയിലാണ്. റോമിലെ 4 പ്രധാനപ്പെട്ട ബസിലിക്കകളിൽ ഒന്നാണ് മേരി മേജർ. AD 431 എഫേസസിൽ കൂടിയ സൂനോദോസ് മാതാവിനെ തെയോത്തോക്കോസ്, ദൈവ മാതാവ് എന്ന് അഭിസംബോധന ചെയ്തു. അതിനുശേഷം സഭയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മാതാവിൻ്റെ ദേവാലയമാണ് ഇത്. നാം ഈ കാണുന്ന ചിത്രം വിശുദ്ധ ലൂക്ക വരച്ചതെന്നാണ് പാരമ്പര്യം അനുശാസിക്കുന്നത്. ഹെലന രാജ്ഞി വിശുദ്ധ നാട് സന്ദർശിക്കുകയും തിരികെ വന്നപ്പോൾ ഈ ചിത്രം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദേവാലയത്തിന് പഴക്കമേറിയ ഒരു ചരിത്രമുണ്ട്. ഒരിക്കൽ ജോവാനി എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കളുണ്ടായിരുന്നില്ല. അവർ ദൈവമാതാവിനോട് പ്രത്യേകമാവിധം അവരുടെ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. മാതാവ് ഒരു ദർശനത്തിൽ അവർക്ക് വെളിപാട് നൽകി. ഓഗസ്റ്റ് മാസത്തിൽ ഒരു രാത്രി മഞ്ഞ് പെയ്തു. ആ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത് ദേവാലയം നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടു. സാധാരണ ഓഗസ്റ്റ് മാസത്തിൽ മഞ്ഞ് പെയ്യാറില്ല. അതേ ദർശനം തന്നെ മാതാവ് ലിബേരിയൂസ് മാർപ്പാപ്പയ്ക്കും നൽകുകയുണ്ടായി. അതിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. മാർപ്പാപ്പയും ആളുകളും വന്ന് മഞ്ഞ് നീക്കുന്ന ഒരു ചിത്രം. അതുകൊണ്ട് തന്നെ ഈ മാതാവിന് മഞ്ഞ് മാതാവ് എന്നുകൂടി പേരുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ വിദേശ യാത്രകൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും മാതാവിൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ടാണ്. നമുക്കും നമ്മുടെ യാചനകളെല്ലാം ദൈവമാതാവിന് സമർപ്പിക്കാം. മാതാവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മേരി മേജർ ബസിലിക്കയിലെ ഈശോയുടെ പുൽക്കൂടിൻ്റെ തിരുശേഷിപ്പാണ് നമ്മൾ കാണുന്നത്. പുൽക്കൂടിൻ്റെ ഒരു തടിക്കഷ്ണം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. മേരി മേജർ ബസിലിക്കയുടെ ഉൾഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗം മുഴുവനും മോശയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇവിടെ മൊത്തവും മാതാവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അൽത്താരയിൽ നമുക്ക് ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴെ പ്രധാന അൾത്താരയിൽ താഴെ നമുക്ക് ഈശോയുടെ തൊട്ടിലിൻ്റെ തിരുശേഷിപ്പും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇടതുവശത്തായി മാതാവിൻ്റെ ചെറിയ കപ്പേളയും വളരെ പ്രധാനപ്പെട്ട കപ്പേളയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.